നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവിടെ സിമന്റ് ഒക്കെ വീണത് മാറ്റിയുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ക്രെയിൻ ഉപയോഗിച്ച്. ഒരുപക്ഷെ അതിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കാം. അത് പൂർത്തിയായോ? ഇപ്പോൾ ആ വാഹനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ വച്ച് വാഹനം നേരെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ പ്രദേശത്ത് നിന്ന് ഒതുക്കി നിർത്തുന്നതിനാവശ്യമായുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒതുക്കി ഇടുക എന്നുള്ള ഒരു ലക്ഷ്യവുമായി ഈ വാഹനം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാഹനം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സ്ഥലത്ത് ഈ റോഡിലെ മുഴുവൻ ഗതാഗതവും തടസ്സപ്പെടുന്ന രീതിയിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. അപ്പോൾ അതിന്റെ ഒരു സാഹചര്യത്തിൽ ഈ റോഡ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി, റോഡിലെ ഗതാഗത കുരുക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ ഇനി കൂടുതൽ പേര് ഇതിലില്ല. 4 പേര് അപകടത്തിൽപ്പെട്ടു. അങ്ങനെ ഉള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണോ ഈ അപകടം? രണ്ട് മൂന്ന് വിദ്യാർത്ഥികളുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നത്? അതല്ല ഇവിടെ കണ്ടാണോ സംഭവം? ഞാൻ വരുമ്പോൾ കുട്ടികളൊക്കെ അടിയിലായിരുന്നു. 4 കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടി ഇങ്ങോട്ട് മാറി നിന്നു. അപ്പൊ കുട്ടിയോട് വെച്ചപ്പോൾ എന്റെ കൂട്ടുകാരികൾ 4 ആളുണ്ട് എന്നുള്ളത്. 4 ആളിന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ 3 പേര് മരിച്ചു എന്നുള്ളൊരു ദുഃഖകരമുള്ള വിവരമില്ല. ഞങ്ങളവിടെ വിളിക്കുകയല്ല. ഇനി എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. എല്ലാം ആംബുലൻസിൽ കയറ്റി വിട്ടിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ബൈക്ക് ഉണ്ട് എന്നുള്ള ഒരു ആശങ്കയൊക്കെ കണ്ടില്ല. നമ്മൾ ഈ ലോറിന്റെ അടിയിൽ കുട്ടികളെ കണ്ടപ്പോഴാണ് നമ്മൾ ഓടി വന്നത്. നാട്ടുകാരെല്ലാവരും കൂടി, പിന്നെ പോലീസ് വന്നു, ഫയർ സർവീസ് വന്നു, അവരെല്ലാവരും കൂടെ കൂടിയിട്ട് എടുത്തു. വാഹനം മാറ്റിയെടുക്കുകയാണ്. അതെ വാഹനം മാറ്റുന്നതിന് മുമ്പ് എടുത്തു. വാഹനം ഇതപ്പം നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? JCB കാരുണ്ടായിരുന്നു. എന്താണ് ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത് കണ്ടിരുന്നോ? ഒന്നും അറിയില്ല. ഞങ്ങളിത് വീണതിന് ശേഷമാണ് ഓടിയെത്തിയത്. ആ സമയത്ത് ഇവിടെ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി അപ്പോൾ അതിന്റെ വാപ്പ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആ കുട്ടി ഇപ്പോൾ ഇവിടെ ഇല്ല? ഇല്ല. അതായത് മറ്റൊരു കുട്ടി കൂടി, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടി കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി ഇപ്പോൾ വീട്ടിലേക്ക് ആ കുട്ടിയുടെ രക്ഷിതാവ് വന്ന് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതായത് 4 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരെ ഇവിടെ നിന്ന് ഈ വാഹനം മാറ്റി എടുക്കുകയായിരുന്നു. 4 പെൺകുട്ടികളായിരുന്നു. 4 പെൺകുട്ടികൾ. എന്താ ചോദിച്ചാൽ 4 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഒരു ഈ വാഹനം ഇപ്പോൾ നിവർത്തിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കൂടുതൽ ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളും ഈ സംഭവം അറിഞ്ഞ് ഇവിടേക്ക് എത്തുകയാണ്. ഇപ്പോൾ വാഹനം ഏകദേശം പൂർണ്ണമായി തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ആശങ്കയില്ല. 4 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ 3 പേർ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയും വരുന്നുണ്ട്. ഒരാളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ സ്ഥലം പരിശോധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ജില്ലാ കളക്ടർ അടക്കം ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം എടുക്കാൻ കഴിയുമോ എന്നുള്ളത് പോയിക്കോളൂ. നമ്മളിപ്പോൾ കാണുന്നത് ഈ അപകടം നടന്ന സ്ഥലവും അതോടൊപ്പം തന്നെ ഇസാഫ് ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളുമാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, 4 വിദ്യാർത്ഥിനികളാണ് ഈ ലോറിക്കടിയിൽ പെട്ടുപോയത്. അതിൽ 3 വിദ്യാർത്ഥികൾക്ക് ദാരുണമായ അന്ത്യം എന്നുള്ളതാണ്. അവരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള വിവരമാണ്. ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പേര്, വിവരങ്ങൾ അതൊക്കെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. വരും നിമിഷങ്ങളിൽ അതും ലഭ്യമാകും. എന്തായാലും ഏറെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരു 3:45 കൂടിയാണ് അപകടം ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആദ്യം ഒരു വീടിന് സമീപത്തുള്ള ഒരു മരത്തിൽ ഇടിച്ച് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് തന്നെയാണ് ഈ ലോറി മറിഞ്ഞതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ബൈക്കുമായി ബന്ധപ്പെട്ട് ബൈക്ക് ലോറിക്കടിയിലുണ്ടോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പരിശോധനകൾ പൂർത്തിയായപ്പോൾ ബൈക്കൊന്നും കുടുങ്ങിക്കിടക്കുന്നില്ല. പക്ഷേ ഡ്രൈവർ ഈ അപകടം ഉണ്ടാകുന്ന, അതായത് ലോറി മറിയുന്ന ആ സമയത്ത് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടി രക്ഷപ്പെട്ടു എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇടയ്ക്കിടെ അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഈ ഒരു കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ഈ 10-20 പേരോൾ ഇവിടെ ഈ ഒരു റോഡിൽ മാത്രം അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്രയും സ്ലിപ്പറി ആയ ഒരു റോഡാണ്. ചാറ്റൽ മഴ മാത്രമാണ് ഇന്ന് ആ പ്രദേശത്ത് പെയ്തത്.